കർത്താവിന്റെ നാമത്തിന് ഇന്നും എന്നേക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ വന്ദനം. ഈ ചെറിയവയിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്ന ദൈവപിതാവിന്റെ മനസ്സ് സ്വന്തമാക്കിയ ചാവറ പിതാവ് എന്ന് ഏവരും സ്നേഹത്തോടെ വിളിക്കുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസച്ചൻ തന്റെ തറവാട്ടുകാരും കൂടപ്പിറപ്പുകളും എന്ന നിലയിൽ രണ്ടു തരത്തിലും മക്കളായിരിക്കുന്ന ചേന്നങ്കിരിപ്പള്ളി ഇടവകക്കാർക്ക് എഴുതിയ ടെസ്റ്റമെന്റ് അഥവാ മരണശാസനമാണ് ഒരു നല്ല അപ്പന്റെ ചാവരുൾ. ക്രമവും സമാധാനവുമില്ലാതെ നിത്യരക്ഷയിലും ദൈവ ശുശ്രൂഷയിലും ഒരു താല്പര്യവുമില്ലാതെ നശിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളെ കണ്ട് ദുഃഖിച്ച ചാവറ പിതാവ് ഇനിയും അതിനിടവരാതിരിക്കാൻ ആഗ്രഹിച്ച് ദൈവാരൂപിയോട് വെളിവപേക്ഷിച്ച് എഴുതിയ മരിക്കാത്ത കടലാസാണ് ഒരു നല്ല അപ്പന്റെ ചാവരുൾ. ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗരാജ്യത്തിന് സദൃശ്യമാകുന്നു എന്ന ഉദാത്തമായ ദർശനം പങ്കുവച്ച് ആരംഭിക്കുന്ന ചാവരുളിൽ 40 നമ്പറുകളിലായി എങ്ങനെയാണ് ഒരു കുടുംബം സ്വർഗ സദൃശ്യമാകേണ്ടത് എന്നതിനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അവയെ വിശകലനം ചെയ്താൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ എന്നെന്നും തന്റെ സ്വന്തം ജനവും വിശുദ്ധ ജനവുമായിരിക്കാൻ വേണ്ടി അവർ പാലിക്കാൻ മോശ വഴി ദൈവം നൽകിയ 10 കൽപ്പനകളുടെ ഒരു പ്രായോഗിക വ്യാഖ്യാനമാണ് ചാവരുൾ എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവകൽപ്പനകൾ അനുവർത്തിച്ച് എപ്രകാരം കുടുംബങ്ങളെ ദൈവത്തിന് പ്രിയപ്പെട്ട വാസസ്ഥാനവും കുടുംബാംഗങ്ങളെ ദൈവത്തിന്റെ സ്വന്തം ജനവുമായി തീർക്കാം എന്ന് വ്യക്തമാക്കുന്ന ഉദ്ബോധനങ്ങളാണ് ചാവരുളിൽ അടങ്ങിയിരിക്കുന്നത്. ദൈവകൽപ്പനകളുടെ സംഗ്രഹമായ എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന 2 കൽപ്പനകളിൽ ഈ ഉദ്ബോധനങ്ങളെയെല്ലാം നമുക്ക് ചുരുക്കാനാവും. ചുരുക്കി പറഞ്ഞാൽ 1 കൊറിന്തോസ് 13-ാം അധ്യായത്തിൽ നാം കാണുന്ന സർവോത്കൃഷ്ട കാര്യമായ സ്നേഹത്തിന്റെ സവിശേഷതകൾ ദൈവത്തോടും മാതാപിതാക്കളോടും മക്കളോടും അയൽക്കാരോടും ബന്ധുക്കളോടുമുള്ള ബന്ധത്തിൽ നിറവേറ്റിക്കൊണ്ട് കുടുംബജീവിതം ഈ ഭൂമിയിലാണെങ്കിലും അത് സ്വർഗീയമാക്കി തീർക്കാനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളാണ് ചാവറ പിതാവ് നമുക്ക് നൽകുന്നത്. മാത്രമല്ല ദൈവഭയം കുടുംബത്തിന്റെ സമ്പത്താണെന്നും നിത്യരക്ഷ ജീവിത ലക്ഷ്യമാണെന്നും മക്കൾ ഭാവി നിക്ഷേപമാണെന്നും പ്രാർത്ഥനയുടെ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും ജീവിത ശൈലിയാക്കണമെന്നും ഉദ്ബോധിപ്പിക്കുന്ന ചാവറ പിതാവിന്റെ ദർശനങ്ങൾ പാറമേൽ പണിത ഭവനം പോലെ കുടുംബങ്ങളെ സുദൃഢമാക്കുന്ന കാലത്തിനും ദേശത്തിനും അതീതമായ ജ്ഞാനവചസ്സുകളാണ്. ഒരു പിതാവിന്റെ ദീർഘവീക്ഷണത്തോടെ, ഒരമ്മയുടെ കരുതലോടെ, ഒരു മനഃശാസ്ത്രജ്ഞന്റെ സൂക്ഷ്മതയോടെ, ഒരു അധ്യാപകന്റെ വൈഭവത്തോടെ അദ്ദേഹം പങ്കുവച്ച ഉൾക്കാഴ്ചകൾ ദൈവത്തിൽ ആനന്ദിക്കുന്ന, സഹോദരരിൽ അഭിമാനിക്കുന്ന, എല്ലാ മനുഷ്യരിലും സ്വർഗീയ സാന്നിധ്യം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന ഉദാത്തമായ ദർശനങ്ങൾ നൽകി കുടുംബങ്ങളെ ഈ ഭൂമിയിലെ പരദീസകളാക്കാൻ പ്രചോദിപ്പിക്കുന്നവയാണ്. ഞാൻ മരിക്കും, എന്നാൽ ഈ കടലാസ് മരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ആ കടലാസ് 155 വർഷങ്ങൾ പിന്നിട്ട് ഇപ്പോഴും മാനവ ഹൃദയങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യതയോളം അത് പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യും. എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വെമ്പൽ കൊണ്ട സ്വർഗീയ പിതാവിന്റെ പ്രതിരൂപമായി ഭൂമിയിൽ നിലകൊണ്ട ആ പുണ്യതാതൻ ആത്മീയ പിതൃത്വത്തിന്റെ ആൾരൂപമാണ്. ശാരീരികമായി മരിച്ചെങ്കിലും മരിക്കാത്ത ഓർമ്മകളും ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പ്രതിധ്വനിക്കുന്ന മധുരനാദവുമായി കുടുംബങ്ങളെ സ്വർഗീയ ഗേഹത്തിലേക്ക് നയിക്കുന്ന ചാവറ പുണ്യപിതാവിന്റെ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. കുടുംബങ്ങളുടെ മധ്യസ്ഥനായി അദ്ദേഹം എന്നെന്നും സഭയിൽ വിരാജിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.